കടുത്ത പ്രതിഷേധങ്ങൾക്കിടെ താമരശ്ശേരി ഷഹവാസ് കൊലക്കേസിലെ പ്രതികളായ വിദ്യാർത്ഥികൾ SSLC പരീക്ഷ എഴുതി. വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ അവസരം നൽകിയത് കുടുംബത്തിന് വലിയ മുറിവുണ്ടാക്കിയെന്ന് ഷഹവാസിന്റെ പിതാവ് പറഞ്ഞു. അതേസമയം പ്രതികൾ നഞ്ചക്ക് ഉപയോഗിച്ചത് മുതിർന്നവരുടെ അറിവോടെയാണോ എന്ന പരിശോധനയിലാണ് പോലീസ് ഉള്ളത്. ഷഹബാസ് കൊലക്കേസിലെ പ്രതികളായ 5 വിദ്യാർത്ഥികൾക്കും വെള്ളിമാടുകുന്ന് ജുവനൈൽ ഒബ്സർവേഷൻ ഹോമിൽ തന്നെയാണ് പരീക്ഷാ കേന്ദ്രം ഒരുക്കിയത്. പരീക്ഷ എഴുതിക്കരുതെന്നാവശ്യപ്പെട്ട് പ്രതിഷേധവുമായി ആദ്യം KSU പ്രവർത്തകർ. പ്രതിഷേധക്കാരെ പോലീസ് തടഞ്ഞു. തൊട്ടു പിന്നാലെ MSF. വീണ്ടും KSU. പോലീസ് തടഞ്ഞതോടെ പ്രവർത്തകരിൽ ചിലർ മതിൽ ചാടി അകത്തു കടന്നു. ഇവരെയും പോലീസ് ബലപ്രയോഗത്തിലൂടെ കസ്റ്റഡിയിലെടുത്ത് നീക്കി. പരീക്ഷ കൃത്യസമയത്ത് തന്നെ തുടങ്ങി. ഞാൻ പ്രതികരിക്കാൻ തന്നെ വന്നാണ്. എനിക്ക് സഹിക്കുന്നില്ല. ടിവിയുടെ മുന്നേ ഇരുന്നിട്ട് എന്തുവാ TV കാണുന്ന മുഴുവനും എന്തൊരു സങ്കടമാണ് കാണുന്നത്. ടീച്ചർമാരെ ശരിയായ രീതിയിൽ പരിശീലിപ്പിക്കുക, രക്ഷിതാക്കളെ ശരിയായ രീതിയിൽ കൗൺസിലിംഗ് കൊടുക്കുക, ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തുക. ഗൾഫിലൊക്കെ നടത്തുന്നവരാണ് ശിക്ഷ ഇവിടെ വരണം. മകനെ ഇല്ലാതാക്കിയവർക്ക് പരീക്ഷ എഴുതാൻ അനുമതി നൽകിയതിലുള്ള ദുഃഖത്തിലാണ് പിതാവ്. എൻ്റെ മകൻ ഇന്ന് രാവിലെ അണിഞ്ഞൊരുങ്ങി എക്സാമിന് റെഡിയായി പോവേണ്ടതായിരുന്നു. അതുകൊണ്ട് നമ്മൾ വളരെയേറെ വിഷമത്തിലാണ്. നീതിപീഠത്തിലുണ്ടായ പൂർണ്ണ വിശ്വാസം നമുക്കിന്നുണ്ട്. പക്ഷേ ഇത് സാധാരണഗതി SSLC പരീക്ഷയിൽ കോപ്പി അടിച്ചാൽ വരെ മാറ്റി നിർത്താറാണുള്ളത്. ഒരു കൊലപാതകിയായ ആളുകൾക്ക് ഈ ഘട്ടത്തിൽ എക്സാം എഴുതാൻ കൊടുക്കുക എന്നാണ് വളരെയേറെ നമ്മളെ മനസ്സിൽ വിഷമങ്ങളുണ്ട്. കേസിലെ പ്രധാന പ്രതിയുടെ വീട്ടിൽ നിന്നാണ് ഇന്നലെ പോലീസ് നഞ്ചക്ക് കണ്ടെത്തിയത്. നഞ്ചക്ക് ഉപയോഗിച്ചുള്ള പ്രഹരത്തിൽ ഷഹബാസിന്റെ തലയോട്ടി തകർന്നിരുന്നു. ഈ കുട്ടിയുടെ പിതാവിന് കൊട്ടേഷൻ സംഘങ്ങളുമായി അടുത്ത ബന്ധമുണ്ട്. ഇയാളുടെ അറിവോടെയാണോ പ്രതികൾ നഞ്ചക്ക് ഉപയോഗിച്ചതെന്ന് പോലീസ് അന്വേഷിക്കുകയാണ്. സംഭവസ്ഥലത്ത് ഇയാൾ ഉണ്ടായിരുന്നുവോ എന്നും പരിശോധിക്കുന്നു. നഞ്ചക്ക് നമ്മുടെ വീട്ടിൽ ഒരു ആയുധമുണ്ട്. ആയുധം കൊണ്ടുപോയിട്ട് ഒരു കുട്ടിയെ ഉപദ്രവിച്ചാൽ പേരൻ്റെ അറിവുണ്ടെങ്കിലേ പ്രതിയാകുള്ളൂ. ഇപ്പം ഈ പറഞ്ഞ കേസിൽ അയാൾക്കൊരു ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ അയാൾ ഈ കുട്ടിയുടെ അടുത്ത് ഇത് കൊടുത്ത് വിട്ട് അവനെ അടിക്കാൻ ഉപദ്രവിക്കാൻ പറഞ്ഞു എന്ന് തെളിയിക്കാൻ നമുക്ക് തെളിവ് കിട്ടുന്നതനുസരിച്ചിട്ട് നമ്മൾ പ്രതിയാക്കാൻ പറ്റുള്ളൂ. സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴിയായിരുന്നു സംഘർഷത്തിന്റെ ആസൂത്രണം. സൈബർ സെല്ലിന്റെ സഹായത്തോടെയുള്ള അന്വേഷണവും തുടരുകയാണ്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.